ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നോക്കണ 4:45 കഴിക്കണം ഇപ്പോൾ ടൈം. അപ്പോൾ നീച്ച് ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് കടി ഉണ്ടാക്കുന്നത്. പിന്നെ വഴുതനങ്ങ ഫ്രൈയും ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ്, പുറത്തേക്ക് ഇറങ്ങണില്ല. ചപ്പാത്തിക്കുള്ളതൊക്കെ റെഡിയാക്കി വെക്കണം. കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് ചപ്പാത്തിക്ക് പൊടി ആട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. വെള്ളമൊക്കെ ഒരു പാട്ട വെള്ളം പറന്നു ഉപ്പിട്ടു. അത് തിളച്ച് ചൂടായി വെള്ളം തിളച്ച് വരുമ്പോൾ പൊടിയിട്ട് വാട്ടിങ്ങാണ്ട് വെക്കട്ടോ. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്ന് ചൂടാറിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കട്ടായിട്ട് വെള്ളം എല്ലായിടത്തേക്കും എത്തണം. കട്ടായിട്ട് കിട്ടണ പരുവത്തിലാക്കി എടുക്കട്ടോ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചങ്ങാണ്ട് പരത്തിയെടുക്കട്ടോ. ഞാൻ നേരത്തെ എണീക്കണ ആൾ തന്നെയാണ്. പോയി കടുവൻ്റെ പ്രശ്നം ഒക്കെ ആയിട്ട് ആർക്കും പണിക്കൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ടൊന്നും വൈകിട്ടേ എണീക്കുള്ളൂ. കടുവൻ്റെ പ്രശ്നം ഇവിടെ നല്ലോണം ഉണ്ട് കേട്ടോ. എത്ര നേരത്തെ എണീച്ചാലും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂല. ഈ അകത്ത് ബാത്റൂം ഇല്ലാത്തവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പുറത്തേക്കൊക്കെ പോകണമെങ്കിൽ. ഇപ്പോൾ ഇവിടെ കുറച്ച് പേടി കുറഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ അല്ല, ഇപ്പോൾ കൽക്കുണ്ടിൽ ആണ് കടുവ എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്നുള്ള വീഡിയോസൊക്കെ വന്നിക്കണ്. കടുവ നമ്മളെ ഈ ഭാഗത്ത് കേരള സ്റ്റേറ്റ് ഈ ഭാഗത്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് പത്രത്തിൽ കൂടിയും പിന്നെ വാർത്തയിൽ കൂടിയൊക്കെ വന്നീനല്ലോ, TV കൂടെ ഒക്കെ വന്നീനല്ലോ വാർത്തയായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടില്ല. പിന്നെ ഒരാളെ കൊന്നില്ലേ കടുവ, അത് ഇവിടെ അടക്കാക്കുണ്ട് ഒക്കെ ഇവിടെ തന്നെയാണ്. അത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ കടുവൻ്റെ കാൽപ്പാട് കണ്ടു പറഞ്ഞത് നമ്മളവിടെ നിന്ന് തന്നെയാണ്, നമ്മളെ പെരൻ്റെ അടുത്തുനിന്ന് തന്നെ. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കടുവ കൽക്കുണ്ടക്ക് പോയിക്കണ്. ഇവിടെ ഉണ്ടായിന ടൈമിൽ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാൽപ്പാട് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു പേടിയെന്ന് പറ. പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ ബാത്റൂമിലേക്ക് പുറത്തേക്ക് പോകാനൊക്കെ നല്ല പേടിയേനു. ഇതേ അവസ്ഥയൊക്കെ ഇപ്പോൾ കൽക്കുണ്ടിലുള്ളവർക്ക്. എന്താണ് ഇതിനെ പിടിച്ചാത്തത് എന്താണെന്നുള്ളത് അറിയില്ല. കടുവനെങ്ങനെ കാണുന്നുണ്ട്, എന്താ പിടിച്ചാത്തത് ഇതിനെന്ന് അറിയില്ല. ഇനി എത്ര ജീവനാണ് കടുവ എടുക്കുക എന്നും അറിയില്ല. പടച്ചോൻ കാക്കട്ടെ. ഇതിന് വേണ്ടപ്പെട്ടോല് പെട്ടെന്ന് ഇതിനുള്ള നടപടികൾ എടുക്കണം എന്നാണ് എടുക്കുമെന്ന് കരുതുന്നു. പെട്ടെന്ന് ഇതിനുള്ള നടപടികൾ എടുക്കുമെന്ന് കരുതുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ചപ്പാത്തികളും പരത്തിയെടുത്തിട്ടോ. പിന്നെ കൽക്കുണ്ടിൽ കടുവനെ കണ്ടു പറഞ്ഞില്ലേ, അത് നേരിട്ട് ശരിക്കും കിട്ടിയിരിക്കണ വീഡിയോ കേട്ടോ. അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഇടുന്നുണ്ട്. ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കണമെന്ന് നേരത്തെ വീഡിയോ എടുത്തങ്ങോട്ട് കഴിച്ചണം. കുട്ടിക്ക് 2 ട്യൂഷനുണ്ട്. അപ്പോൾ രാവിലെ ഉച്ചക്ക് ഒന്നും വൈകിട്ടൊന്നുമാണ്. അപ്പോൾ ആ ടൈമിലായിട്ട് വീഡിയോ എടുത്തങ്ങോട്ട് കഴിച്ചണം എന്ന് കരുതി പണികളൊക്കെ നേരത്തെ ഒരുക്കുകയാണ് കേട്ടോ. ഇപ്പം എന്നാലേ അവളെ ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ഉച്ചൻ്റെ ക്ലാസ് ആകുമ്പോഴത്തേനും കൊടുക്കാൻ കഴിയുള്ളൂ ഫോണ് കയ്യിക്ക്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കല്യാണത്തിൻ്റെ തിരക്കുമായില്ലേ. ആങ്ങളുടെ കല്യാണമാണ്, അതിൻ്റെ തിരക്കായി. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അതിനുള്ള ഡ്രസ്സുകളൊക്കെ അടിച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി അപ്പം വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കട്ടെ എഴുതിയിട്ട് അതിലേക്ക് ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, അരിപ്പൊടി ഇതൊക്കെ ഇട്ട് തുള്ളി വെള്ളം പറഞ്ഞ് കുഴച്ചെടുത്ത് വെള്ളം പാർന്ന് അരിഞ്ഞ് വെച്ചിരുന്ന വഴുതനങ്ങ വെള്ളമൊക്കെ ഊറ്റിങ്ങാട് ഇട്ടുങ്ങാട് മിക്സ് ചെയ്തങ്ങാട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായക്ക് വെള്ളം വെക്കണുണ്ട്, ചപ്പാത്തി അയക്കണം. അല്പം വഴുതനങ്ങ പൊരിച്ചെടുക്കട്ടെ. ചായയൊക്കെ റെഡിയാക്കി എടുത്തു. വഴുതനങ്ങ പൊരിച്ചെടുത്ത് ചപ്പാത്തി റെഡിയായിപ്പോൾ മേശമ്മക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് വെക്കട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് വെക്കാൻ
ഒരുക്കാണ്. ചോറ് വെള്ളം വെക്കാനുള്ള ഒരുക്കാണ്. തീയൊക്കെ പൂട്ടി ഇനി ഇപ്പം അരി വെക്കട്ടെ. അരിക്കില്ല വെള്ളം വെക്കട്ടെ. അപ്പം എന്നാൽ ഇപ്പം അടിച്ചു വാരി ഇടട്ടെ എഴുതിങ്ങാട് അടിച്ചു വാരി ഇടാനൊക്കെ ഒരുങ്ങിട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു വഴുതനങ്ങ പിന്നെയും പൊരിച്ചെടുക്കുന്നുണ്ട്. ഒരു ഇത് കഴിഞ്ഞു പൊരിച്ചെടുത്തു. രണ്ടാമത്തും പൊരിച്ചെടുക്കുന്ന ഉച്ചക്കും കൂടി ആയല്ലോ, രാവിലെ ചപ്പാത്തിക്കും ഒക്കെ ആയല്ലോ. അപ്പോൾ കടിയൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ചപ്പാത്തി ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ രാവിലെ ഒന്നും ഇത് കുടിച്ചലുണ്ട്, ബീട്രൂട്ട് വെള്ളം കുടിച്ചലുണ്ട് കേട്ടോ, നല്ലതാണ്. പിന്നെ ചൂടുവെള്ളം കുടിച്ചു. അതിന് ശേഷം ചപ്പാത്തിയും വഴുതനങ്ങ ഫ്രൈ ഒക്കെ തിന്നു. അപ്പോൾ അടിച്ചു വാരി ചായയുടെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഇതാക്കണം വെള്ളം ചൂടായി അരി ഇട്ടു കേട്ടോ. എളുപ്പം തുടച്ചെടുക്കട്ടെ. അരി ഇട്ടുങ്ങാട് തുടക്കാൻ നിന്നു. അതിൻ്റെ ഇടയിൽ ഇതാ നെച്ചുട്ടി ചായ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ രസങ്ങളും പറഞ്ഞുങ്ങാണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുങ്ങാണ്ട് ചായ കുടിച്ചലും തുടക്കലും ഒക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടോ. ഓരോ പണികൾ ഇങ്ങനെ എളുപ്പം നോക്കുകയാണ്. ഇന്ന് പരിപ്പും താളും കറി വെക്കുക അതൊക്കെ എത്തി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ജംസിയേ, എന്താ പണി? നോക്കാം. ഞാൻ ഈ ഇതിമ്മന്ന് 2 ചേമ്പിൻ്റെ തണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ, കറി വെക്കാനാണ്. ഞാനുമ്മേ പുട്ടുങ്ങാടില്ലേ, പരിപ്പിട്ട് ചാറക്കുക, നല്ല രസകരം. ആ ഒക്കെ തിരുമ്പിക്കൂല്ലേ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പം പരിപ്പ് കറി തീമക്കാനുള്ള ഒരുക്കാണ് കേട്ടോ. പരിപ്പൊക്കെ കഴുകിയെടുത്ത് അപ്പോൾ നമ്മളെ മുന്നിലുള്ള അമ്മൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ഇവിടുത്തെ മക്കളൊക്കെ പയനിക്ക് പോയിക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ എഴുതി പോയതാണ്. അപ്പോൾ ഇപ്പം താളും പരിപ്പൊക്കെ കുക്കർക്ക് അരിഞ്ഞിട്ട് തക്കാളി ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് വെള്ളവും പറഞ്ഞങ്ങാട് ഗ്യാസിനൊക്കെ തീ വെച്ചിട്ടോ. പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചമ്മന്തി അരക്കുകയാണ്. ഉപ്പും മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ചെടുത്തിക്കണ്. പിന്നെ പെട്ടെന്ന് കറി റെഡിയായപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടുങ്ങാണ്ട് അവിടെ മാറ്റി വെച്ച് കുക്കർക്ക് തേങ്ങ ഒക്കെ അരച്ച് പറഞ്ഞ് പിന്നെ കടുക് വറുത്ത് വെച്ച് മാറ്റി വെച്ചിരുന്നത് വൈകിട്ട് അർജൻറ്റായി. അപ്പോഴത്തേന് ഏട്ടത്തി അങ്ങോട്ട് വർക്കിന് ചെല്ലാൻ പറഞ്ഞ്, കല്യാണമായി അടുത്തില്ലേ, അപ്പോൾ വർക്ക് എന്താ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് പോയി. ഞാൻ ചെന്നപ്പോൾ ഇതാക്കണം ഉള്ള ഡ്രസ്സൊക്കെ അവിടെ പുതിയണ്ണിൻ്റെ ഡ്രസ്സൊക്കെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ അടിച്ചാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ അവിടെ 12 മണീൻ്റെ മുന്നേ പോയിട്ട് പിന്നെ 4 മണി ആകാനായിരിക്കണം തിരിച്ചു പോന്നപ്പോൾ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ പറ്റിയതായിരിക്കണത് എന്താ വെച്ചാൽ 2 മണി ആകാനായിരിക്കണം, രാത്രി 2 മണിക്കാണ് ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒന്ന് ആകെ പ്രശ്നത്തിലായി, ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കടുവൻ്റെ വീഡിയോ ഇതാക്കണേ, നമ്മളടുത്ത് തന്നെ കൽക്കുണ്ട്.
ആരാ കടുവ എയർലൈനറെ